വെൽക്കം ഗൈസ്. നമ്മൾ സാധാരണ ധാരാളം വായിച്ചിട്ടേ ഒന്നും കിട്ടിയില്ല അല്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറില്ലേ? അത് ആക്ച്വലി നിങ്ങളെ ബ്രെയിന് നിങ്ങളെ തന്നെ ട്രിക്ക് ചെയ്യാം. അതായത് നിങ്ങളെ എഫേർട്ട് ഈ വായന ഒരു നല്ല സ്ഥലത്ത് എത്തൂല എന്ന് ബ്രെയിനിന് മനസ്സിലാക്കുകയാണെങ്കിൽ ബ്രെയിൻ തന്നെ സ്വയം നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യും. കാരണം ബ്രെയിനിനെ സിസ്റ്റം ചെയ്തിട്ടുള്ളത് ആക്ച്വലി കൂടുതൽ എഫേർട്ട് ഇട്ട് എനർജി ലോസ് ആക്കുക എന്നുള്ളതല്ല, മാക്സിമം എനർജി കൺസംഷൻ കുറച്ചുകൊണ്ട് എനർജി എപ്പോഴും സൂക്ഷിക്കുക എന്നുള്ള ഒരു ഐഡിയയുടെ ബേക്കിലാണ്. അതിൻ്റെ ന്യൂറോ സയൻസ് ഭാഗം നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അതിനൊരു വഴിയുണ്ട്. ഫെയ്മാൻസ് ടെക്നിക്ക്. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു, ഒരു കാര്യം വായിക്കുന്നു, വായിച്ച ഉടനെ ക്ലോസ് ചെയ്ത് വെക്കുന്നു. നമുക്ക് ചെറിയ ഒരു കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ ഒരു കാര്യത്തിനെ എങ്ങനെ റീഇൻറ്റർപ്രറ്റ് ചെയ്യാം അല്ലെങ്കിൽ റീഡിഫൈൻ ചെയ്യാം എന്ന് നമ്മൾ ട്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന സമയത്ത് പ്ലാന്റ് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. ആ ഒരു രീതിയിൽ ഏതൊരു നോളജിനെയും നിങ്ങളുടേതായ ഒരു റീഡിഫൈനിങ് നടത്തി കാര്യങ്ങളും പഠിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിനോട് ആക്റ്റീവ് റീകോളിംഗ് എന്ന് പറയുന്ന സംഭവം നടന്നുകൊണ്ടിരിക്കും. അത് ആക്ച്വലി ഒരു ലേണിംഗ് ആക്റ്റീവ് റീകോളിംഗ് എന്ന് പറയുന്ന സംഭവം നടന്നുകൊണ്ടിരിക്കും. അത് ആക്ച്വലി ലേണിങ്ങിനേക്കാൾ കൂടുതൽ ഒരു തോട്ട് എക്സസൈസ് ആണ്. ഇങ്ങനെ തോട്ട് എക്സസൈസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് ഒരു റിസൾട്ടിങ് ഉണ്ടാവുമെന്ന ഫീൽ ഉണ്ടാവുകയും നമുക്ക് നമുക്ക് വേണ്ടി ബ്രെയിൻ എനർജി കൺസപ്ഷൻ തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ നമ്മളെ തോട്ട് ഡെവലപ്പ് ആവും, അതിൽ കൂടെ നമുക്ക് കൂടുതൽ റിസൾട്ടും കിട്ടും. ചുരുക്കി പറഞ്ഞാൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കും.